വെറും 45 രൂപയുടെ ഒരൊറ്റ സോപ്പ് മതി നമ്മുടെ ബോഡി ടെൻ, അതായത് ബോഡിയിൽ ഉണ്ടാവുന്ന കരിവാളിപ്പ് കുറയ്ക്കാനായിട്ടും പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ, സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ചെയ്യിപ്പിക്കാൻ ഇതൊന്നും മാത്രം മതി കേട്ടോ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് കടന്നാലോ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ ബ്യൂട്ടി ഇൻ യുവർ ഫിംഗർ ടിപ്സ്. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ടാൻ, അതായത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ടാൻ ഉണ്ടല്ലോ, അത് പെട്ടെന്നൊന്നും കുറയില്ല അല്ലെ. പക്ഷെ അത് പെട്ടെന്ന് കുറയാൻ വേണ്ടിയിട്ട്, പിഗ്മെന്റേഷൻ കുറയാൻ വേണ്ടിയിട്ടും, അതേപോലെ നമ്മുടെ കയ്യിലും കാലിലൊക്കെ ഉണ്ടാവുന്ന അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ഉണ്ടല്ലോ, അതായത് നമുക്ക് ഈ സൺ ടാൻ ഒക്കെ കൂടുതലായിട്ട് അടിച്ചിട്ട് നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡിഫറെന്റ് കളറായിട്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും പെട്ടെന്ന് എഫക്റ്റീവ് ആയിട്ട് വരുന്ന ഒരു സോപ്പ്. ഈ ഒരു സോപ്പ് അത്ര വലിയ ഫേമസ് ആയിട്ടുള്ള ട്രെൻഡിങ് സോപ്പൊന്നും അല്ല, എന്നാ ഈ ഒരു സോപ്പിന് അത്രയധികം ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലോട്ട് കടന്നല്ലോ. അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എന്റെ പേര് ഹിമ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സോപ്പ് എന്ന് പറയുന്നത് അഷ്ടവൈദ്യൻ തൈക്കാട്ടു മൂസിന്റെ നാൽപ്പാമര സോപ്പാണിത്. ഈ സോപ്പ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഒരു സോപ്പ് ഉണ്ടെന്ന് കൂടി എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളിങ്ങനെ നോർമലി ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഇത് ജസ്റ്റ് കണ്ടപ്പോൾ നാൽപ്പാമര കണ്ടപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു സോപ്പാണ്. നാൽപ്പാമര തൈലം ഓർഡർ ചെയ്തതിന് ശേഷം ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു സോപ്പാണ് കേട്ടോ ഇത്. പക്ഷെ ഈ തൈലം, ഇത് സോപ്പിന് ശേഷമാണ് തൈലം വന്നിട്ടുണ്ടായിരുന്നത്. സോപ്പാണ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് മുതൽ ഞാൻ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് അത്രയും ഷോക്കിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡി ടാൻ നല്ല പോലെ കുറയ്ക്കുന്നുണ്ട്. എനിക്ക് അത്രയും എഫക്റ്റീവ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു റിവ്യൂ ചെയ്യാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബോഡി ടാൻ ഉണ്ടെങ്കിൽ കൂടി ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് എന്തായാലും കാണാൻ പറ്റും. ഒരു 10 ദിവസം കഴിയുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ഡിഫറൻസ് കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതിന്റെ ബിഫോർ ഒരു ഫോട്ടോ എടുത്തേക്ക്, ആഫ്റ്റർ ഒരു ഫോട്ടോ എടുത്തേക്ക് നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവും ഇത് അത്രയും എഫക്റ്റീവ് ആണ്. നിങ്ങൾക്ക് എവിടെ ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും അല്ലെങ്കിൽ ഏത് ഷോപ്പിൽ പോയാലും റാൻഡം ആയിട്ട് ഈ ഒരു സാധനം കാണാൻ പറ്റും. എന്നത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒന്നുമില്ല, ഒക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് എടുക്കാം. ഇത് എപ്പോൾ ഇൻ സ്റ്റോക്ക് എന്ന് വരുന്നത് അറിയാത്തതുകൊണ്ടാണ് ഇത്രയും ദിവസം ഈ ഒരു വീഡിയോ ലാഗ് ആയി തന്നെ. സോ എന്തായാലും ഇതിന്റെ ലിങ്ക് ഇപ്പൊ തൽക്കാലം എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മാക്സിമം പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അത്രയും അടിപൊളിയായിട്ട് എനിക്ക് വർക്ക് ആയിട്ടുള്ള ഒരു സോപ്പാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് കടന്നാലോ. ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അഷ്ടവൈദ്യൻ തൈക്കാട്ടു മൂസിന്റെ നാൽപ്പാമര സോപ്പാണ് കേട്ടോ. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത് നാൽപ്പാമരവും അതേപോലെ തന്നെ കോക്കനട്ട് ഓയിൽ, അതായത് നമ്മുടെ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ സ്കിൻ ഒന്ന് മോയ്സ്ചറപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് വെളിച്ചെണ്ണ. ഇത് കൂടാതെ നാൽപ്പാമര എന്ന് പറയുന്നത് 4 വൃക്ഷങ്ങളും കൂടി ചേർന്നിട്ടുള്ളതാണ്. ആൻഡ് അതിന്റെ തൊലിയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഇതൊരു ആയുർവേദിക്, ഈ നാൽപ്പാമര എന്നൊക്കെ പറയുന്ന ആയുർവേദത്തിൽ അത്രയും ഭയങ്കര ഹൈപ്പിൽ പോകുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനത് ജസ്റ്റ് ഒരു റിസർച്ച് അതിനെക്കുറിച്ച് നോക്കിയ സമയത്ത് നാൽപ്പാമര എന്ന് പറയുന്ന സ്കിന്നിന് അത്രയും ബെനിഫിറ്റ് ഉള്ളൊരു സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ നാൽപ്പാമരം കേരതൈലം, നാൽപ്പാമര തൈലം, അങ്ങനെ ഒരുപാട് വേരിയന്റുകളൊക്കെ വരുന്നല്ലോ. അപ്പൊ ഇതെല്ലാം ഈ ഒരു ബേസിക് ഇൻഗ്രീഡിയന്റിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. ഓക്കെ, അപ്പൊ ഈ നാൽപ്പാമരം എന്ന് പറയുന്ന 4 വൃക്ഷങ്ങളാണ് മെയിൻ ആയിട്ട് ഇതിൽ വരുന്നത്. അതിന്റെ തൊലിയാണ് ഈ ഒരു പ്രോഡക്റ്റിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിന്റെ കൂടെ കോക്കനട്ട് ഓയിൽ കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് 75 ഗ്രാമാണ് വരുന്നത്. 75 ഗ്രാമിന് 45 രൂപയാണ് ഇതിന്റെ മെയിൻ റേറ്റ് ആയിട്ട് വരുന്നത്. എന്നാൽ ഇത് ഓൺലൈൻ വെബ്സൈറ്റുകളിലോ ആപ്പുകളിലോ അവൈലബിൾ അല്ല. പിന്നെ അവൈലബിൾ ആയിട്ടുള്ളതിലൊക്കെ ഡെലിവറി ചാർജ് ഭയങ്കര കൂടുതലായിട്ട് വരുന്നുണ്ട്. സോ ബെറ്റർ നിങ്ങൾ ഏതെങ്കിലും കടയിൽ പോയി വാങ്ങുന്നതായിരിക്കും. മോസ്റ്റ്ലി എല്ലാ ഷോപ്പുകളിലും ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിളും ആണ്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള റിസർച്ച് നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഈ സോപ്പ് പല വേരിയന്റുകളിൽ വരുന്നുണ്ട്. അതായത് ഇപ്പൊ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് കെവ്ദ വേരിയന്റ് ആണ്. കെവ്ദ എന്ന് പറയുന്ന ഒരു ഫ്ലവർ ആണ്. ഓക്കെ, ഈ ഫ്ലവർ ശരിക്കും ഈ നമ്മുടെ റോസും പോലത്തെ ഒരു സ്മെല്ല് കിട്ടുന്ന ഒരു ഫ്ലവർ ആണ്. കൂടാതെ ഇതിന് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റും ഉണ്ട്. പക്ഷെ സോപ്പിൽ ഇത് ഉപയോഗിച്ചിട്ടുള്ളത് ശരിക്കും ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഈ കൂവ എന്നൊക്കെ പറയും, അതാണ് അതിന്റെ മലയാളം വേർഡ് വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും റാൻഡം ആയിട്ട് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ എന്റെ കണ്ണിൽപ്പെട്ട ഒരു സോപ്പാട്ടോ ഇത്. എനിക്ക് ശ്രദ്ധയിൽപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അത് വാങ്ങാനായിട്ടുള്ള കാര്യം. ഒന്നാമത്തെ കാര്യം, ഇതിന്റെ ബ്രാൻഡ് അഷ്ടവൈദ്യൻ തൈക്കാട്ടു മൂസ്, അതായത് അവരുടെ നാൽപ്പാമരാതി സോപ്പ്. ഇത് മതിയായിരുന്നു എനിക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നാൽപ്പാമരം പ്ലസ് കോക്കനട്ട് ഓയിൽ, അതും അടിപൊളി ഇൻഗ്രീഡിയന്റ് ആയിരുന്നു. പക്ഷേ ഇവർ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് കൊടുത്തിട്ടില്ല. അത് എനിക്ക് കുറച്ചൊരു ഇതായിട്ട് തോന്നി. അത് എന്തുകൊണ്ട് ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് കൊടുക്കാത്തത് എന്നൊരു ഡൗട്ട് തോന്നി. കാരണം നമ്മൾ പൊതുവെ, ഞാൻ കൂടുതലായിട്ടും ആയുർവേദിക് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ആകെ യൂസ് ചെയ്തിട്ടുള്ള ആയുർവേദിക് പ്രൊഡക്റ്റ് 2 മാത്രമാണ്. ഒന്ന് നാൽപ്പാമര തൈലം, പിന്നെ ഈ ഒരു സോപ്പും. വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ആയുർവേദ പ്രൊഡക്റ്റിൽ ഇങ്ങനെ കൊടുക്കില്ല എന്നുള്ളത് എനിക്ക് കാര്യമായിട്ട് അറിയില്ല കേട്ടോ. ബാക്കി പ്രൊഡക്റ്റ് ഞാൻ വാങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു ഡൗട്ട് അടിക്കും. സോ ആ ഒരു സംഭവം മാത്രം എനിക്ക് ഇത്തിരി അങ്ങോട്ട് അത്ര ഓക്കെ തോന്നിയില്ല. പിന്നെ ഇതിന്റെ പ്രൈസ് റേഞ്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. 75 ഗ്രാമിന് ഒരു 45 രൂപ വലിയ പ്രശ്നമില്ലാതെ തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് മൂന്നാമത്തെ കാര്യം, ഇതിൽ കളറൊന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. മതിയല്ലോ, കളർ ആഡ് ചെയ്തിട്ടില്ല. 100% നാച്ചുറൽ അല്ലെങ്കിൽ ആയുർവേദിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത്രയും കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സോപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്.
സോപ്പ് വാങ്ങിയത് പണി പാളിയോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഗുണങ്ങൾ തന്നിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ആദ്യം ഇതിന്റെ ഒരു ഡെമോ വീഡിയോ കാണിച്ചു തരാം. ഡെമോ ആയിട്ടൊന്നുമില്ല, നോർമലി ഒരു സോപ്പ് യൂസ് ചെയ്യുന്ന പോലെയേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടിട്ട് പറയാം. ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. എൻ്റെ ഒപ്പീനിയൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് പറയാന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ജസ്റ്റ് ഒരു 2 വീക്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് റിവ്യൂ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കാര്യം ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യം ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം ഇതിന്റെ സ്മെല്ലാണ്. ഒരു രക്ഷയില്ലേ സ്മെല്ല്. ഒരു ആയുർവേദിക് സ്മെല്ലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല, പക്ഷെ ഒരു ഫ്ലോറൽ സ്മെല്ല്. നല്ല ഈ ഫ്ലവേഴ്സിന്റെ ഒക്കെ പെർഫ്യൂം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സ്മെല്ല് ഉണ്ടല്ലോ, ഈ ജാസ്മിന്റെ സ്മെല്ല്, അങ്ങനെ എല്ലാ പൂക്കളും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു മണം. പക്ഷെ എന്ത് സ്മെല്ലാന്ന് പറയാൻ പറ്റുള്ള അത്രയും അടിപൊളി സ്മെല്ലാണിത്. നമുക്ക് താഴെ വെക്കാൻ തോന്നില്ല ഈ സോപ്പ്. അത്രമാത്രം ഒരു അഡിക്റ്റീവ് ആയിട്ടുള്ള സ്മെല്ലാണ് ഇതിനുണ്ടാവുന്നത്. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഇതിൽ എനിക്ക് ഒബ്സർവ് ചെയ്തിട്ട് ഇത് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കുന്നില്ല. ഭയങ്കര രീതിയിൽ നമ്മുടെ സ്കിൻ മോയ്സ്ചറിലൊക്കെ ആയിട്ടുണ്ട്. എന്നാൽ ഒരുപാട് അങ്ങനെ ഭയങ്കര ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത പോലെയൊക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. നോർമൽ സോപ്പിനെ പോലെ ഡ്രൈ ആക്കുന്നില്ല എന്ന് വെച്ചിട്ട് ഭയങ്കര ഒരു മോയ്സ്ചർ എഫക്റ്റ് അതും കൊടുക്കുന്നില്ല. രണ്ടിൻ്റെയും ഇടയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോപ്പിൽ നമുക്ക് ആ ഒരു ഓയിലിന്റെ പ്രസൻസ് മനസ്സിലാക്കാൻ പറ്റും. ഈ കോക്കനട്ട് ഓയിലുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ കുറച്ചേരം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ചന്ദ്രിക പോലെയാണ് കുറെ ഒരു മോയ്സ്ചർ ഇങ്ങനെ വരില്ലേ, അതേപോലെ ഒരു ഫീല് നമുക്കിത് മാറ്റി വെച്ച് കഴിഞ്ഞാലും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് പറയുന്നത്. ഈ സ്മെല്ലും അതേപോലെ തന്നെ ഇതിലുള്ള ആ ഓയിലും മോയ്സ്ചറും കാര്യങ്ങളൊക്കെയാണ് ആദ്യം ഒബ്സർവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരു 5-6 ദിവസം ഉപയോഗിച്ചപ്പോൾ വലിയ രീതിയിലുള്ള ചേഞ്ചസ് ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ദിവസങ്ങൾ കൂടും തോറും ഒരു 7 ദിവസം കഴിഞ്ഞു തുടങ്ങിയപ്പോൾ ടാനിൽ നല്ല രീതിയിലുള്ള ചേഞ്ച് ഉണ്ടായി. എൻ്റെ കാലൊക്കെ ഭയങ്കര ടാൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ അത് കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ആവുന്നുണ്ട്. നമുക്കൊരു 10-12 ദിവസം കഴിയുമ്പോൾ എത്രത്തോളം സ്റ്റബേണായിട്ടുള്ള ടാൻ ആണെങ്കിലും നിങ്ങൾക്കത് കുറയുന്ന പോലെ ഫീൽ ചെയ്യും. അതാണ് മെയിൻ കാര്യം. അപ്പൊ നിങ്ങൾക്ക് അത്രത്തോളം ബോഡി ടാൻ ഉണ്ട്, വേറെ എന്ത് ഉപയോഗിച്ചിട്ടും ഒരു മാറ്റം കാണാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എന്ത് ബോഡി സോപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ബോഡി വാഷ് ആണെങ്കിലും ഇതൊന്നും ഉപയോഗിച്ചിട്ട് റിസൾട്ടും ഇല്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് അത്രയും എഫക്റ്റീവ് ആയിട്ട് തോന്നി. വേറെ ഏത് പ്രൊഡക്റ്റിലും എനിക്ക് ഇത്രമാത്രം നേരത്തെ ഞാനൊരു ആന്റി പിഗ്മെന്റേഷൻ സോപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനെക്കാട്ടിട്ടും ഇത് എഫക്റ്റീവായി തോന്നി. പറയുമ്പോൾ അത് കുറച്ചും കൂടി റേറ്റ് കൂടുതലായിരുന്നു. ഇത് അത്ര റേറ്റ് ഇല്ല. ഈ സോപ്പ് ഉണ്ട് എന്ന് കൂടി ഞാൻ ഇപ്പോഴേ മനസ്സിലാക്കുന്നത്. അപ്പൊ എനിക്ക് ഇത് ഉപയോഗിച്ച് തുടങ്ങിയ പിന്നെ എനിക്കിത് മാറ്റാൻ തോന്നില്ല. അത്രയ്ക്കും അടിപൊളിയായിട്ട് ടാന് നല്ലപോലെ കുറയ്ക്കുന്നുണ്ട് കേട്ടോ. അതാണ് എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒബ്സർവ് ചെയ്യാൻ പറ്റിയുള്ള കാര്യം. പിഗ്മെന്റേഷൻ കുറയ്ക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണ്ട് മുതലേ ഉള്ള പിഗ്മെന്റേഷൻ, ഈ കൈമുട്ടില് കാൽമുട്ടിലൊക്കെ ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ ഇല്ലേ, അതിന് വലിയ രീതിയിലുള്ള ചേഞ്ച് ഉണ്ടാവുന്നില്ല. പക്ഷെ ടാന് അടിപൊളിയായിട്ട് കുറയുന്നുണ്ട്. പിന്നെ എനിക്ക് ഫീൽ ചെയ്ത കാര്യം, എന്റെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ ആണ്. അതുകൊണ്ട് എനിക്ക് ഇനി ഡ്രൈ കൂടുതലായിട്ട് അല്ലെങ്കിൽ സ്കിന്ന് ഭയങ്കര ഓവർ ഡ്രൈ ആയി കഴിഞ്ഞാൽ ഭയങ്കര കാറ്റുകാലൊക്കെ വരില്ലേ, ആ സമയത്ത് എന്റെ സ്കിന്നിലും ഒരുമാതിരി വെള്ള കളർ പൊടിയൊക്കെ പോലെ ഉണ്ടാവും. ജസ്റ്റ് ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ബോഡി ലോഷൻ അപ്ലൈ ചെയ്യണം. ആ ഒരു ക്ലൈമറ്റിലൊക്കെ വരികയാണെങ്കിൽ, അതായത് ഡിസംബർ ക്ലൈമറ്റിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം പീരീഡിലൊക്കെ എനിക്ക് മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ബോഡി ലോഷൻ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ഈ സോപ്പ് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അതിനൊക്കെ കുറച്ചൊന്ന് കുറവുണ്ട്. ഒന്ന് സ്കിന്നിനൊന്ന് സൂത്തൻ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചിട്ട് ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ സ്കിന്നിനെ നല്ല രീതിയിൽ ഹീൽ ചെയ്യുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഈ ചൊറിച്ചൽ, ഇച്ചിങ്, റാഷസ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ടെന്ന് കൂടി ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. പക്ഷെ ആ പ്രശ്നം കൂടി ഇത് ക്ലിയർ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. അതിന്റെ കാരണം ഇതിന്റെ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് ആണ് നാൽപ്പാമര. അപ്പൊ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റാഷസും ഇറിറ്റേഷൻസ് ഒക്കെ സൂത്തൻ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലും നാൽപ്പാമരയും കൂടി വരുന്ന ബ്ലെൻഡിന് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ളത് ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. പക്ഷെ എനിക്കിത് വർക്കായിട്ടുള്ളത് ടാന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ടാൻ കുറയ്ക്കുന്ന കാര്യത്തിൽ ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത്. പിന്നെ ഓക്കെ, ഇനി ഇതെന്തുകൊണ്ട് 2 ആഴ്ച കഴിഞ്ഞ ഉടൻ തന്നെ റിവ്യൂ ചെയ്തു? കാരണം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് 2 ആഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ സോപ്പിന്റെ അവസ്ഥ നോക്കിയേ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു 10 പേര് ഈ സോപ്പ് കണ്ടിന്യൂസ് ആയിട്ട് 2 ആഴ്ച ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല, ഞാൻ മാത്രമാണ് ഈ സോപ്പ് 2 ആഴ്ച ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ടും ഇത്രമാത്രം അത് തേഞ്ഞു പോയി. അപ്പം ഞാൻ ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സോപ്പ് കാണാണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ശരി അപ്പം തന്നെ റിവ്യൂ കൊടുത്തേക്കാവുന്ന രീതിയിൽ ഇപ്പം റിവ്യൂ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അത്രമാത്രം പെട്ടെന്ന് ഇത് തേഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് അത് മാത്രം ഒരു പ്രശ്നമായിട്ട് തോന്നി. കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ടൈം എടുത്ത് യൂസ് ചെയ്യാമല്ലോ. ഒരു 75 ഗ്രാം സോപ്പ് ഓക്കെ, 45 രൂപയ്ക്ക് അതെല്ലാം ഓക്കെയാണ്. എന്നാലും ഒരു മാസമൊക്കെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇത് 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഇങ്ങനെ തേഞ്ഞു പോകുന്നത് എനിക്ക് ഇത്തിരി സാഡ് ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നി. അതാണ് എനിക്ക് അതിൽ തോന്നിയിട്ടുള്ള ഫസ്റ്റ് നെഗറ്റീവ് കാര്യം എന്ന് പറയുന്നത്. നെഗറ്റീവ് ആണോ എന്ന് അറിയില്ല, പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഓക്കെ, ഒരാൾ ഈ സോപ്പ് യൂസ് ചെയ്യുമ്പോൾ തന്നെ 2 ആഴ്ച കഴിയുമ്പോൾ ഇത്രമാത്രം തേഞ്ഞു പോകുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം സ്മെല്ലാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് നല്ല സ്മെല്ലാണെന്നുള്ളത്. പക്ഷെ അത് കൂടുതൽ നേരം നിൽക്കുന്നില്ല. നമ്മുടെ നോർമൽ സോപ്പുകൾ പോലെ
ചിലപ്പോൾ നല്ല സ്മെല്ലുള്ള സോപ്പുകളൊക്കെ ഉണ്ടല്ലോ, കുറേ ഭയങ്കര ഫ്ലോറൽ സ്മെല്ലുള്ള സോപ്പുകളൊക്കെ ഉണ്ട്, ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. അപ്പൊ അങ്ങനത്തെ സോപ്പുകളൊക്കെ കുറേ നേരം കഴിഞ്ഞാൽ ആ സ്മെല്ല് നമ്മുടെ ബോഡി നിൽക്കും. പക്ഷെ ഇതിന്റെ സ്മെല്ല് അങ്ങനെ കൂടുതൽ നേരം നമ്മുടെ ബോഡി നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഈ രണ്ട് നെഗറ്റീവ് സൈഡാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് ഫുള്ളി കൊടുക്കായിരുന്നു എന്നൊരു കാര്യം കൂടി എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഫൈനലി ഈ ഒരു സോപ്പിനെ കുറിച്ച് മൊത്തത്തിലുള്ള കാര്യം പറയാന്നുണ്ടെങ്കിൽ ഓൺലൈൻ വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആവാത്തത് ഒരു നഷ്ടമായി തോന്നി. കാരണം മോസ്റ്റ്ലി ഞാൻ ഈ പുറത്ത് പോയി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പർച്ചേസ് ചെയ്യുന്ന ഒരാളല്ല, കൂടുതൽ ഓൺലൈനാണ് നോക്കാറുള്ളത്. പക്ഷേ ഇത് ഓൺലൈനിൽ അവൈലബിൾ ആവാത്ത എനിക്ക് ഇത്തിരി അങ്ങോട്ട് വിഷമമായി. നോക്കി പെട്ടെന്ന് കഴിയുന്നതുകൊണ്ടാണ് ഇത്ര വിഷമവും. ഒരു മാസമൊക്കെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ലായിരുന്നു. ഇത് ഈ 2 ആഴ്ച കൂടുമ്പോൾ തന്നെ ഇങ്ങനെ കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യാനാണ്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ ആ ഇൻഗ്രീഡിയൻസ് അത് പിന്നെ നമുക്ക് അങ്ങോട്ട് മൈനസ് ചെയ്യാം, ആ ഒരു പ്രശ്നം അങ്ങോട്ട് നെഗ്ലക്ട് ചെയ്തേക്കാം. ബാക്കി ഈ സ്മെല്ല് കൂടുതലായിട്ട് നിൽക്കാത്തൊരു പ്രശ്നം ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുള്ള. മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ടുള്ള ഒരു ആയുർവേദിക് സോപ്പ് ആയതുകൊണ്ടായിരിക്കാം, 100% ആയുർവേദിക് ആയിട്ടുള്ള സോപ്പ് ആയതുകൊണ്ടായിരിക്കാം മേ ബി ആ ഒരു സ്മെൽ കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ നിൽക്കാത്തത്. കാരണം ഹാഷ് ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ലല്ലോ, പിന്നെ ഇതിൽ ആനിമൽ ഫാറ്റ് ഒന്നും തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ബേസിക്കലി ഈ ഒരു സോപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ടാന് പോകുന്നതാണ് നിങ്ങളുടെ മെയിൻ ഉദ്ദേശമെങ്കിൽ പ്ലീസ് ഈ ഒരു സോപ്പ് വാങ്ങുക, അടിപൊളിയായിട്ട് വർക്കാവുന്നതാണ്. നിങ്ങൾക്ക് അത്രയും സ്റ്റബേണായിട്ടുള്ള ടാൻ ഉണ്ടെങ്കിൽ കൂടി 2 തവണയൊക്കെ ഈ സോപ്പ് വാങ്ങി ഉപയോഗിക്കുമ്പോഴേക്കും അത്യാവശ്യം നല്ല ടാനൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, മൈൽഡ് ആയിട്ടുള്ള ടാൻ ആണെങ്കിൽ ഉറപ്പാണ് ഒരു സോപ്പ് കംപ്ലീറ്റ്ലി ഉപയോഗിക്കുമ്പോഴേക്കും ഈ ഒരു ടാനൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ടാൻ ആണ് മെയിൻ പ്രശ്നമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സോപ്പ് വാങ്ങാവുന്നതാണ്. ഓക്കെ, അതാണ് ഫൈനലി എനിക്ക് പറയാനുള്ള കാര്യം. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയി തോന്നിയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.